നമസ്കാരം. ഈ കാണുന്ന കാഴ്ച പത്തനംതിട്ട നഗരഹൃദയത്തിനടുത്തുള്ള മൈലപ്രായിലേക്ക് പോകുന്ന പത്തനംതിട്ട SP ഓഫീസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ്. ഈ പണി ചെയ്യേണ്ടവർ ഓഫീസിൽ കറങ്ങുന്ന ഫാനിൻ്റെ കീഴിലിരുന്ന് മൊബൈലിൽ കുത്തിക്കളിക്കുന്നുമുണ്ട്. ഇപ്പോൾ അവർ ചെയ്യേണ്ട പണിയാണ് ഈ പോലീസുകാർ ചെയ്യുന്നത്. പത്തനംതിട്ടയിലെ ട്രാഫിക് പോലീസുകാരാണ് ഈ കുഴി അടയ്ക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ശമ്പളം വാങ്ങിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെയും അതേപോലെ തന്നെ ജലസേചന വകുപ്പിലെയും എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പത്തനംതിട്ടയിലുള്ളത്. ഇവരെല്ലാം ഈ റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ കുഴിയിൽ വീണ് ഒരു അപകടം സംഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവും. അതുണ്ടാവാത്തതുകൊണ്ടാണ് ഈ നിസ്സംഗത മനോഭാവം ഇവർ വെച്ച് പുലർത്തുന്നത്. ഇല്ലെങ്കിൽ ഇവർ നോക്കിയാൽ ഈ കുഴി അടയ്ക്കാൻ നിസ്സാരമായിട്ട് പറ്റും. ഇപ്പോൾ ചോദിക്കും, കുഴി ഞങ്ങൾ അടച്ചില്ലേന്ന് ചോദിക്കും. കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് അപകടകരമായ അവസ്ഥയിലാണ് ഈ ഭാഗത്തുള്ള കുഴികൾ. നിരവധി വണ്ടികൾ വീണ് അപകടത്തിൽപ്പെട്ടു, സ്കൂട്ടർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു. അപ്പോഴൊക്കെ വെള്ളത്തിൽ കൊണ്ട് സിമെന്റ് കലക്കുന്ന മാതിരി എവിടുന്നോ കുറെ മക്ക് കൊണ്ടിടും. പിറ്റേ ദിവസം ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പഴയ അവസ്ഥ തന്നെയാവും. ഈ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ആ സംശയം. അത് ഈ എഞ്ചിനീയറിംഗ് പഠിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെയാണല്ലോ ഈ പൊതുമരാമത്ത് വകുപ്പിലും ജലസേന വകുപ്പിലും ഒക്കെ ഉന്നത തസ്തികയിലിരിക്കുന്നത്. ഒരു സാധാ മേശരി നോക്കിയാൽ തീരാവുന്ന പണിയേ ഉള്ളൂ. ഒരു മേശരി മെക്കാനോട് നോക്കിയാൽ ഈ കുഴി അടച്ച് ഈ വെള്ളം ഇതിൽ ഒഴുക്കി വിടാൻ പറ്റും. പക്ഷേങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരിരിക്കുന്ന എഞ്ചിനീയറിംഗ് പാസ്സായ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഇത് അടയ്ക്കുന്ന ടെക്നോളജി അറിയില്ല എന്ന് വേണം പറയാൻ. അല്ല ഇപ്പം ഈ പണിയുടെ കാണിക്കില്ലല്ലോ. എത്രയോ പേര് ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും ഈ കുഴി അടച്ചതാണ്. അവരടച്ചത് ഈ പറഞ്ഞ മാതിരി വെള്ളത്തിൽ കൊണ്ടുവന്ന് സിമെന്റ് കലക്കി. ഇപ്പോൾ ഈ പോലീസുകാർ അവർക്കാണ് പണി. വീണാൽ ഈ പൊക്കിയെടുത്തിന് പോകേണ്ടതും പിന്നീട് കേസിൻ്റെയും പുകലിൻ്റെയും പുറകെ നടക്കേണ്ടതും ഏതെങ്കിലും ഒരുത്തം മരിച്ചു പോയെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതും ഈ പോലീസുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ പണി ഏറ്റെടുത്ത് അവരൽപ്പം മെറ്റീരിയൽ കൊണ്ടുവന്ന് അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ ഈ കുഴി അടയ്ക്കുകയാണ്. അവർ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പണിയല്ലിത്. പക്ഷേ അവർ പണി ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു ദുരന്തത്തിന് അവർ സാക്ഷി ആകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സാറന്മാരെ ഈ കറങ്ങുന്ന കസേരയിലും കറങ്ങുന്ന ഫാനിൻ്റെയും കീഴിലിരുന്ന് മൊബൈലിൽ കുത്തിക്കളിക്കുന്ന എഞ്ചിനീയറിംഗ് പാസ്സായ അതിന് കീഴിലിരിക്കുന്ന കുറേയേറെ എണ്ണം ഉണ്ടല്ലോ വാല്, അവരെല്ലാം ഇതൊന്ന് കാണണം. പൊതുമരാമത്ത് വകുപ്പിൽ ജലസേന വകുപ്പിൽ നാണം വേണം. അല്പമെങ്കിലും വാങ്ങിക്കുന്ന പൈസയോട് അല്പം കൂറ് വേണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരാൾ ഇതേപോലെ കുഴിയിൽ വീണ് തീരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അന്നേരം ഈ പൈസയുടെ വില എന്താണെന്ന് മനസ്സിലാവും. ഈ കാണിക്കുന്ന പണി എന്താണെന്ന് മനസ്സിലാവും. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ രോഷമാണ്. നിരവധി പേരെ രോഷമാണ് പറയേണ്ടി വന്നത്. കാരണം നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാട് നശിപ്പിക്കുന്നതും ഈ നാട്ടിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതും. ഈ റോഡ് കുഴിക്കുന്നതിന് മുമ്പ് ജലസേചന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിൽ കരാർ വയ്ക്കണ്ടേ? കരാറുകാരൻ ഒന്ന് ഒപ്പിട്ട് തരണ്ടേ? പഴയതുപോലെ തന്നെ റോഡ് പുനഃസ്ഥാപിച്ചേക്കാമെന്ന് പറഞ്ഞ ശേഷമല്ല ഇത് പൊളിക്കാൻ അനുമതി കൊടുക്കുകയുള്ളൂ. നിങ്ങളിത് അങ്ങനെയല്ലേ കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടില്ല? ജലസേന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? ഇതിൻ്റെ ഏതെങ്കിലും ഒരു മനുഷ്യന് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് നിങ്ങൾക്കെതിരെ മനഃപൂർവമായ നരഹത്യക്ക് കേസുണ്ടായി ശിക്ഷ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെപ്പോൾ പഠിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾ ജോലി ചെയ്യുള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നഗരഹൃദയത്തിലെ ഈ കാണുന്ന ഈ കുഴി പോലീസുകാർ അടയ്ക്കേണ്ട ഗതികേട് ഉണ്ടാവുകയില്ലായിരുന്നു. അത്രയും പറഞ്ഞ് നിർത്തട്ടെ. വീണ്ടും കാണാം. പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ. പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ. ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരൂ, ഓഗസ്റ്റ് 22 മുതൽ 25 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.